നമ്മളൊരു വലിയ പോരാട്ടത്തിലാണ്, വലിയൊരു യുദ്ധത്തിലാണ്, മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ് നമ്മൾ. ഈ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതീക്ഷകളെ തല്ലിക്കെടുത്തിയ ഈ 10 വർഷത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള മഹായുദ്ധത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വെറുതെയല്ല നമ്മൾ പോകുന്നത്. ഈ ദുർഭരണത്തെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. എവിടെയാണ് അവർ പരാജയപ്പെട്ടത് അവിടെയെല്ലാം നമ്മൾ എന്തു ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ ചെയ്യുന്ന പരിപാടികളുടെ കൃത്യതയും അതിൻ്റെ ആഴവും അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അടിസ്ഥാനപരമായ മാറ്റങ്ങളും കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞു, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇവര് തകർത്ത് കളഞ്ഞു. ഖജനാവിൽ പണമില്ല, പൂച്ച പെറ്റുകിടക്കുകയാണ്. ആ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പിണറായി വിജയൻ പോകുന്നത്. അവിടെ നിന്ന് ഈ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നമുക്ക് പദ്ധതികളുണ്ട്, പരിപാടികളുണ്ട്. കേരളത്തിൻ്റെ ഇക്കോണമിയെ നമ്മൾ ഷൂട്ടപ്പ് ചെയ്യും, മാറ്റമുണ്ടാക്കും. അതിന് ഏറ്റവും ശാസ്ത്രീയമായ പ്രൊഫഷണലായ പദ്ധതികൾ നമ്മൾ കൊണ്ടുവരും. നികുതി ചോർച്ച നമ്മൾ തടയും. നികുതി ഭരണ സംവിധാനം നമ്മൾ പുനഃസംഘടിപ്പിക്കും. നമുക്കറിയാം, കേരളത്തിൻ്റെ ഖജനാവ് നിറയ്ക്കുന്ന പദ്ധതികൾ കൊണ്ടുവരണം. നമ്മളെ കുട്ടികൾ വിദേശത്തേക്ക് പോവുകയാണ്. അവർ ജർമ്മനിയിലും ലണ്ടനിലും കാനഡയിലും പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ ഈ കേരളത്തിൽ നമ്മൾ കൊണ്ടുവരും. ഇവിടെ പഠിക്കാം. പഠിച്ചു പുറത്തിറങ്ങിയാൽ ഇവിടെ തൊഴിലവസരമുണ്ടാകും. അതിൻ്റെ ബഹുമുഖങ്ങളായ പദ്ധതികൾ, അതിന് നമ്മൾ 300ഓളം പ്രോജക്റ്റുകളാണ് അവതരിപ്പിക്കുന്നത്. അതിനവർക്ക് സഹായമുണ്ടാകും. അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ മാനേജ്മെന്റ് മെന്റർമാരുണ്ടാകും. അവർക്ക് സാങ്കേതിക പരിജ്ഞാനം കൊടുക്കാൻ ടെക്നോ മെന്റർമാരുണ്ടാകും. അവർക്ക് പണമില്ലെങ്കിൽ പലിശരഹിത പണം, റിവോൾവിംഗ് ഫണ്ട് അവർക്ക് നൽകും. നമുക്ക് ആയിരക്കണക്കിന് സംരംഭങ്ങൾ, ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ഉൾപ്പെടെ ഈ കേരളത്തിൻ്റെ കുതിപ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. വെറും പദ്ധതികളല്ല, ലോകരാജ്യങ്ങളിലുള്ള വിദഗ്ധരായ ആളുകൾ തയ്യാറാക്കിയ വലിയ പദ്ധതികൾ നമ്മൾ ഈ നാടിൻ്റെ മുൻപാകെ അവതരിപ്പിക്കും. നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ മക്കളുടെ, അവരുടെ കൊച്ചുമക്കളുടെ ഭാവി ഉറപ്പുവരുത്തുന്ന പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. ഒരു സംശയവും വേണ്ട. എല്ലാ രംഗത്തും നമുക്കുണ്ട്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. അവിടെ നിന്ന് ആരോഗ്യവതിയായി ആരോഗ്യ കേരളത്തെ നമ്മൾ കൈപിടിച്ച് നടത്തണ്ടേ? അതിന്റെ പദ്ധതികൾ നമ്മൾ കോഴിക്കോട് പ്രഖ്യാപിക്കും. ഈ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ സമഗ്രമായ മാറ്റത്തിന് വേദിയൊരുക്കുന്ന, പ്രതീക്ഷകൾ നൽകുന്ന, ആ പ്രതീക്ഷകളെ യാഥാർത്ഥ്യമാക്കുന്ന നിരവധിയായ കാര്യങ്ങളാണ്. അത് വെറുതെ പറയുന്നതല്ല, വാക്കാണ് UDFന്റെ. നിങ്ങൾക്കറിയാലോ, ടീം UDF വെറും UDF അല്ല, ഇപ്പോൾ ടീം UDF ആണ്. ജനങ്ങൾ ഹൃദയത്തിന്റെ അംഗീകാരം നൽകിയ ടീം UDF. തൃക്കാക്കരയിൽ PT തോമസ് ജയിച്ചതിന്റെ
ഇരട്ടി വോട്ടിനാണ്, 25,000 വോട്ടിനാണ് നമ്മൾ ജയിച്ചത്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ജയിച്ച 9,000 വോട്ടിന്റെ 4 ഇരട്ടി വോട്ടിന് 37,000 വോട്ടിനാണ് നമ്മൾ ജയിച്ചത്. നമ്മൾ തോറ്റത് ചേലക്കരയിൽ, അത് 40,000 12,000 പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിന്റെ 5 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷം. നിലമ്പൂരിൽ നമ്മൾ CPM-ൽ നിന്ന് പിടിച്ചെടുത്തു 11,000 ചില്ലാൻ വോട്ടിന്റെ ഭൂരിപക്ഷം. നമ്മൾ പാർലമെന്റിൽ വെന്നിക്കൊടി നാട്ടി 19-നേക്കാൾ ഭൂരിപക്ഷം ഉയർത്തി 20-ൽ 18. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം. ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഈ ടീം UDF. ഇനി നമുക്കൊരു ലക്ഷ്യമുണ്ട്. 100-ലധികം സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരും. നാടിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും സങ്കടങ്ങൾ മാറ്റാൻ, അവന്റെ കണ്ണീരൊപ്പാൻ, ജീവിത നിലവാരം ഉയർത്താൻ, മാന്യമായി ഈ നാട്ടിൽ ജീവിക്കാൻ. ഇതിപ്പോ കൊള്ളക്കാരുടെയും ക്രിമിനലുകളുടെയും ഗുണ്ടകളുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും നാടാണ് കേരളം. അതിൽ നിന്ന് കേരളത്തെ നമ്മൾ മോചിപ്പിക്കും. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, തിരുവല്ലയിൽ കാപ്പ കേസിലെ പ്രതി ഗുണ്ടാ പിരിവ് ചോദിച്ച് കൊടുക്കാഞ്ഞിട്ട് ഒരു സ്പായിൽ ഒരു പാവം പെൺകുട്ടിയെ 6 പേർ കൂടി കൂട്ടബലാത്സംഗം ചെയ്തു. ഈ മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ? ഇത് ബീഹാറാണോ? ഇത് കേരളമല്ലേ? നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ പരിപാടികൾ അതെങ്ങനെയാ? കൊടും ക്രിമിനൽ കേസിലെ പ്രതികൾ വരെ പരോളിൽ പുറത്താണ്. TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിക്കൊന്ന കേസിൽ പ്രതികൾക്ക് 1000-ലധികം ദിവസമാണ് പലർക്കും പരോള് കൊടുത്തത്. അവർക്ക് ജയിലിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ്. അവർ ചോദിക്കുന്ന ഭക്ഷണമാണ്. രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചൈനീസ്, രാത്രി തണ്ടൂരി ഭക്ഷണം തലേ ദിവസം കൊടുക്കും. അതാണ് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഒരു എയർ കണ്ടീഷൻ കൂടി വെച്ചു കൊടുക്കും അവർക്ക്. അതിൻ്റെ ഒരു കുറവുള്ളൂ. പുറത്തു പോയാൽ പോലീസുകാർ വേറെ കേസിന് പോകുമ്പോൾ ഇത് ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതികൾക്കാണ് 5 സ്റ്റാറിൽ പോയി വെള്ളം അടിക്കാനുള്ള സൗകര്യം. ഏത് ബ്രാൻഡാണെന്ന് തലേദിവസം എഴുതി കൊടുത്താൽ രാവിലെ കൊണ്ടുവന്ന് കൊടുക്കും പാർട്ടി. കാരണം ഒരു പേടിയുണ്ട് CPM നേതാക്കന്മാർക്ക്. എന്താണെന്നറിയാം? ഒരു ഗൂഢാലോചനയുണ്ട് ചന്ദ്രശേഖര കേസ്. അത് ഈ പ്രതികൾ പുറത്തു പറഞ്ഞാൽ ഇപ്പൊ സ്റ്റേറ്റുകാരിൽ നടക്കുന്ന പലരും അകത്തു. അതുകൊണ്ട് പേടിച്ചിട്ട് അവന്മാർക്ക് പണി അറിയാവുന്നതുകൊണ്ട് അവന്മാരെ പേടിപ്പിക്കുകയാണ് ഓരോ സാധനം. അവരവിടെ നിന്ന് കൊട്ടേഷൻ പ്രവൃത്തികൾ ചെയ്യാണ്, അവിടെ നിന്ന് മയക്കുമരുന്ന് വ്യാപാരം നടത്തുകയാണ്. ഇതാണ് കേരളം. ഒരു DIG അറസ്റ്റ് ചെയ്തു, എന്തിനാണെന്നറിയാം? അല്ല, സസ്പെൻഡ് ചെയ്തു. എന്തിനാണെന്നറിയാം? ജയിൽ DIG. ഈ കാലമാണ്. അവന്റെ ഗൂഗിൾ പേ അയാൾക്ക് ചെയ്തു കൊടുത്താൽ അപ്പൊ പരോൾ കൊടുക്കും. അതാണ് ഇപ്പൊ പിണറായി വിജയന്റെ കേരളത്തിൽ. DIGക്ക് ഗൂഗിൾ പേയിൽ ഇപ്പൊ കൈക്കൂലി മേടിക്കുന്നത്. എന്തൊരു പുരോഗതി ഉണ്ടായെന്നല്ലേ പറയുന്നത്? സാങ്കേതികത്വം അല്ലേ? ടെക്നോളജിയൊക്കെ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ടെക്നോളജിയിലെ മാറ്റം എന്താ? ഇപ്പൊ കൈക്കൂലി കൊടുക്കുന്നത് ഗൂഗിൾ പേയിലാണ്. ഗൂഗിൾ പേയിൽ DIGക്ക് പൈസ അയച്ചാൽ അപ്പൊ അവന് പരോളാണ്. എവിടെ എത്തി നിൽക്കുന്നു കേരളം? എവിടെ എത്തി നിൽക്കുന്നു? ജയിലിൽ എല്ലായിടത്തും ഇത് തന്നെയാണ് പരിപാടി. പിന്നെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്. രക്തസാക്ഷികളെ കിട്ടിയ ഭയങ്കര സന്തോഷമാണ് പാർട്ടിക്ക്. കാരണം അവന്റെ പേരിൽ പിന്നെ പിരിവ് നടത്താമല്ലോ. ധനരാജ് ഫണ്ട് പിരിച്ചു, പകുതി അടിച്ചു മാറ്റി. ഒരു നല്ലവനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അതിനെ ചോദ്യം ചെയ്തു. അത് തെറ്റാണെന്ന് പറഞ്ഞു. അവൻ പുറത്തുപോയി. ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ 3 CPM നേതാക്കന്മാർ ജയിലില്ല. ഒരു അച്ചടക്ക നടപടി പോലും എടുത്തില്ല. പിണറായി വിജയനും ഈ ഗോവിന്ദനും അച്ചടക്ക നടപടി പോലും എടുത്തില്ല. അതും പേടിച്ചിട്ട. അവന്മാർക്കെതിരായി അച്ചടക്ക നടപടി എടുത്താൽ ശബരിമല കേസിൽ വേറെ ക്യൂവിൽ പോകാൻ നിൽക്കുന്ന നേതാക്കന്മാരുണ്ട് CPM-ന്റെ. അവരുടെ പേര് ഇവര് പറയും. ബുദ്ധിപൂർവമാണ്. നിങ്ങൾ ഓർക്കണം, ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്തവർക്കെതിരായി നടപടിയില്ല. രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചു എന്ന്
ആരോപണം ഉന്നയിച്ച പാവത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതാണ് ഈ പാർട്ടി. ഈ അഭിമന്യുവിന്റെ ഫണ്ടിൽ തട്ടിപ്പ് നടത്തി. സംഘപരിവാറുകാർ കൊന്ന വേറൊരാളുണ്ട്, വിഷ്ണു, ഒരു ചെറുപ്പക്കാരൻ. അവന്റെ ഫണ്ട് പിരിവ് നടത്തി അടിച്ചു മാറ്റി. അത് കണ്ട് സഹിക്കാതെ വിഷ്ണുവിന്റെ കുടുംബം മുഴുവൻ കോൺഗ്രസിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്നവര് ഏതൊരു രക്തസാക്ഷിയുടെ കുടുംബം CPM വിട്ട്, മുഴുവൻ പേരും CPM ആയിരുന്നു. സഹിക്കാൻ മഞ്ഞിട്ട് പോകുന്നു. ഇവര് കൊള്ളക്കാരാണ്. നാട്ടിലെ മയക്കുമരുന്ന് കൊള്ളയുടെ പൊളിറ്റിക്കൽ ആയിട്ട് എല്ലാ സപ്പോർട്ടും ഇവർ ചെയ്തു കൊടുക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയയ്ക്ക് ഇവർ പിന്തുണ കൊടുക്കുകയാണ്. അപ്പോൾ ചോദിച്ചാൽ പറയും, അയ്യോ ഞങ്ങൾ 10,000 കേസെടുത്തു. കേസെടുക്കുന്ന ആർക്കെതിരെ? ഈ വലിക്കുന്നവന്മാർക്കെതിരെ കേസെടുക്കുന്നു. ആ കേസെടുത്ത 3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തും. അത് കഴിഞ്ഞ് ജാമ്യത്തിൽ വിട്ടയക്കും. അവൻ പുറത്തിറങ്ങിയിട്ട് 3 മണിക്കൂർ വലിക്കാത്തതിൻ്റെ കൂടി കൂടുതൽ പുറത്തു വന്ന് വലിക്കും. ഇതെവിടെ നിന്നാണ് വരുന്നത്? അത് പിടിക്കൂല. കപ്പലിലാണോ വരുന്നത്? ബോട്ടിലാണോ വരുന്നത്? ട്രെയിനിലാണോ വരുന്നത്? ലോറിയിലാണോ? ബസ്സിലാണോ വരുന്നത്? എവിടെ നിന്നാണ് വരുന്നത്? അത് അന്വേഷിക്കില്ല. കാരണം അവരുമായിട്ട് ഏർപ്പാടാണ്. ഇത്ര കൊള്ളക്കാരുടെ സർക്കാർ കേരളം ഭരിച്ചിട്ടില്ല. ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. പിന്നെ പറയാൻ 1-ാം സ്ഥാനം എല്ലാത്തിനും. ആദ്യത്തെ 1-ാം സ്ഥാനം ഏതിനാണെന്നറിയാമോ? കഴിഞ്ഞ 11 മാസമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1-ാമത്തെ സംസ്ഥാനം കേരളം. ഞാൻ എല്ലാ മാസവും നോക്കും. സെൻട്രലിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് വിട്ടുകൊടുക്കൂല. ആ 1-ാം സ്ഥാനം, വിലക്കയറ്റത്തിന്റെ 1-ാം സ്ഥാനം. സപ്ലൈകോയൊക്കെ കൂട്ടുന്ന സ്ഥിതിയിലാണ്. നശിച്ചു. KSEB ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലാക്കി. ഇപ്പൊ എത്രയാ കടമെന്നറിയാമോ? 50,000 കോടി രൂപ 10 കൊല്ലം കൊണ്ട്. അത്രേ പറ്റുള്ളൂ. മുട്ടിപ്പിക്കുകയാണ് സ്ഥാപനങ്ങളെ മുഴുവൻ. ക്ഷേമനിധികൾ 7 തകർന്നു. KSRTCയുടെ സ്ഥിതി അറിയാലോ. കഴിഞ്ഞ ദിവസം ഒരു ഓർഡർ ഇട്ടു. കഴിഞ്ഞ 2-3 മാസം മുമ്പ് 240 പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന റൂട്ടിൽ മുഴുവൻ നാഷണലൈസ് ചെയ്തു. അതായത് KSRTC ഓടും, പ്രൈവറ്റ് ഓടാൻ പറ്റൂല. നല്ല കാര്യം. KSRTC ഓടി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ KSRTC നഷ്ടത്തിലാണ്. അത് പിൻവലിച്ചു. അപ്പോൾ സാധാരണക്കാർക്ക് 240 റൂട്ടിൽ പ്രൈവറ്റ് ബസ്സുമില്ല, ട്രാൻസ്പോർട്ട് ബസ്സുമില്ല. എങ്ങനെയുണ്ട് ഭരണം? ഇതിനേക്കാൾ നല്ല ഭരണം കാണാൻ പറ്റുമോ? ഇതിനേക്കാൾ നല്ല ഭരണം. പിന്നെ അമിത്ഷായും മോഡിയും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും പിണറായി വിജയൻ അപ്പം ഒപ്പിടും. അപ്പം ഇരട്ടച്ചങ്ക അപ്രത്യക്ഷമാവും. അപ്പം 90 ഡിഗ്രിയിൽ കുനിഞ്ഞ് ഒപ്പിടും. അതിൻ്റെ കാര്യമൊക്കെ ഉണ്ട്. അതെല്ലാം പുറത്തേക്ക് വരികയാണ്. അതെല്ലാം ഇനി ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരും. നമ്മൾ ഈ ദുർഭരണം അവസാനിപ്പിച്ച് കേരളത്തെ മാറ്റിയെടുക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കും. ഞാൻ വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ നിങ്ങളോട് വാക്കു പറയുന്നത്. കേരളത്തിൽ നമ്മൾ മാറ്റമുണ്ടാക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മൾ 5 കൊല്ലമായി പ്രതിപക്ഷമാണ്. ഞാനൊരു കാര്യം അഭിമാനത്തോടെ നിങ്ങളോട് പറയുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഹർത്താലും ബന്ധും നടത്താത്ത ആദ്യത്തെ പ്രതിപക്ഷമാണ് നമ്മുടേത്. നമ്മൾ ജനങ്ങളെ ദ്രോഹിക്കാനുള്ളവരല്ല, അവരെ സഹായിക്കാനുള്ളവരാണ്, അവരുടെ സങ്കടങ്ങൾ മാറ്റാനുള്ളവരാണ്. അതിന് കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാകണം. ഈ മഹായുദ്ധത്തിൽ നമുക്ക് ജയിക്കണം. നമുക്കവരെ തോൽപ്പിക്കണം. ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാവരോടും പറഞ്ഞു, കാഞ്ഞങ്ങാട് വന്നപ്പോഴും പറഞ്ഞു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട ചിരിച്ചേക്കും. എന്താ കാര്യം? അവർ നമുക്കാ വോട്ട് ചെയ്യാൻ പോകുന്നു. പണ്ടൊക്കെ ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഇടതുപക്ഷ സഹയാത്രികരുണ്ട്. അവരെ കാണുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ചോ. നമ്മളെക്കാളും കൂടുതൽ അവരെ ആഗ്രഹിക്കുന്നു ഈ ഭരണത്തെ താഴെ ഇറക്കണം. ഇവർ ഇടതുപക്ഷമല്ല, കമ്മ്യൂണിസ്റ്റുമല്ല. ഇവര് തീവ്ര വലതുപക്ഷം, സംഘപരിവാറിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവർ. സംഘപരിവാറിന്റെ പണി എന്താ? മതങ്ങളെ തമ്മിലടിപ്പിക്കുക, അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, ജയിക്കുക. ഇപ്പൊ പിണറായി വിജയനും കൂട്ടരും അത് തന്നെയാണ്. ഞാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 35 ദിവസത്തെ പ്രസംഗമുണ്ട് എൻ്റെ അടുത്ത് പിണറായി വിജയന്റെ. എന്തിനെ പറ്റിയാണെന്നറിയോ? ഗാസ, പാലസ്തീൻ, പൗരത്വ രജിസ്റ്റർ. അന്ന് ന്യൂനപക്ഷമായിരുന്നു ടാർഗറ്റ്. അത് കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷം വോട്ട് ചെയ്തില്ല. ഭൂരിപക്ഷത്തിന്റെ വോട്ടും പോയി. പിന്നെ ഭൂരിപക്ഷ പീഡനമാണ്. നേരെ ഡൽഹി പോയി മലപ്പുറത്തിനെതിരായി ഇന്റർവ്യൂ. പിന്നെ AK ബാലൻ, സജി ചെറിയാൻ, വേറെ ആളുകൾ, ഇവരിടയ്ക്കിടയ്ക്ക് പൊന്നാടയിടുന്ന ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും കൂടി പിന്നെ വർഗീയത. അപ്പൊ BJPയും CPM തമ്മിൽ എന്താ വ്യത്യാസം?
മതങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നോക്കുന്നു. പക്ഷെ അവിടെ UDF ഉണ്ട്, ഉറച്ച മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് UDF ഉണ്ട്. ഇവിടെ ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ സംസാരിച്ചാൽ നമ്മൾ അതിനെ എതിർക്കും. ഞാൻ ഇന്നലെ പറഞ്ഞു, തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ ഒരാളും വർഗീയത പറയാൻ UDF സമ്മതിക്കില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന നാടല്ലേ ഇത്, മക്കളും കൊച്ചുമക്കളും. നാട്ടിലെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് കേരളത്തെ തകർക്കാൻ ആരെങ്കിലും വന്നാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതിനേക്കാൾ നമുക്ക് പ്രധാനം വർഗീയതയെ ഈ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടുക എന്നതാണ്. ടീം UDF ഈ കേരളത്തിന്റെ ഈ വർഗീയതയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടുക തന്നെ ചെയ്യും. അതും വാക്കാണ്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. നമ്മൾ മുന്നോട്ട് പോകും. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ടീം UDF ഉണ്ട്. നന്നായി പ്രവർത്തിക്കുക, നന്നായി പോരാടുക. നേരത്തെ പറഞ്ഞതുപോലെ തിളക്കമാർന്ന ഉജ്ജ്വലമായ വിജയം നേടണം. കേരളത്തെ നമുക്ക് രക്ഷിക്കണം. നിങ്ങൾ നൽകിയ ഈ നട്ടുച്ചയ്ക്ക്, ഈ കൊടിയ ചൂടിൽ, ഈ പട്ടണത്തിൽ നിങ്ങൾ നൽകിയ ഹൃദയാഹാരിയായ ഈ സ്വീകരണത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും.